പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ഈ രാത്രികാലം ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സന്തോഷ്, സ്വന്തം സ്ഥലം കുമ്പനാടാണ്. കൃപയാല് ഈ രാത്രി ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വൻ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേക കർത്താവിൻ്റെ ദാസന്മാര് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണിത്. ഇത് രാത്രി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാനും കർത്താവ് എനിക്ക് തന്ന വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ രാത്രി വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അവിടെ ഇവിടങ്ങളായി കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവവചനത്തിനുള്ളിൽ കർത്താവ് നമ്മളെ നിലനിർത്തുന്നത് ഓർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെ നന്നായി അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന, ദൂരത്തുനിന്ന് നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രി മുഴങ്കാലം അടക്കിയിരിക്കുന്നത്. ഫിലിപ്പോസ് അവൻ നഥനയേലിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവൻ ചോദിച്ചൊരു ചോദ്യം, നീ എങ്ങനെ അറിയുന്നു, അല്ലെ എപ്പോൾ അറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു. നോക്കണമേ, അത്തിയുടെ കീഴിലിരുന്ന് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ അത്തിയുടെ കീഴിലിരുന്ന് തന്റെ വിഷയങ്ങൾ ദൈവത്തോട് പങ്കുവെച്ച ഒരു നഥനയേലിനെ ദൈവം അറിയുന്നുവെങ്കിൽ പ്രാർത്ഥനാ മുറിയില് വിഷയമായിരിക്കുന്ന നിങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ വിഷയത്തെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി മുഴങ്കാലം അടക്കിയിരിക്കുന്നത്. അവൻ ഭാരപ്പെടുന്ന ഏത് വിഷയമായാണോ ഇന്ന് രാത്രി ദൈവപാദപീഠത്തിലായിരിക്കുന്നത്, ധൈര്യത്തോടെ ഇന്ന് രാത്രി കാലം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി എൻ്റെ ദൈവം ചെയ്തെടുക്കും. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഞാൻ ഇരിക്കുന്നുള്ള ചിന്തയോടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ അവസാനിച്ചെന്ന് വിധി എഴുതിയ ചില വിഷയങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി ചില മറുപടികളെ തരുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി കാലത്ത് ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കട്ടെ. ഈ രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമാക്കിയിട്ട് ദൈവാത്മാവിനെ ഏൽപ്പിച്ച ഒരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം സമ്പൂർണ്ണ യേശുവിന്റെ ബാല്യ ശൈശവങ്ങൾ അടങ്ങിയ ഒരു സുവിശേഷമാണ്. തിയോഫിലസിനെ ലൂക്കോസ് എഴുതിയ ഈ ചരിത്ര പുസ്തകം, അല്ലെങ്കിൽ ഇതിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് സ്ഥിരമായി പരിചയമുള്ള ഒരു വാക്യമാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, ഏതൊരു നല്ല കാര്യത്തിന്റെയും പിൻമുമ്പിൽ ചില തടസ്സവാദങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും ഈ തടസ്സവാദങ്ങൾ കേട്ടിട്ട് നമ്മളൊക്കെയും പിന്തിരിഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് കണ്ടിട്ടുള്ളത്. ഭർത്യമായി നിലവിളിച്ചപ്പോൾ യേശുവിന്റെ ചുറ്റും നിന്നവർ പറഞ്ഞു, നീ നിലവിളിച്ചിട്ട് കാര്യമില്ല, കാരണം ഗുരുവിന് നിന്നെ കേൾക്കാൻ ടൈമില്ല, അല്ലെങ്കിൽ സമയമില്ല എന്ന് പറഞ്ഞു. നോക്കണമേ, തടസ്സം അവിടെയും ഉണ്ടായി. എന്നെങ്കിൽ ആവശ്യക്കാരന് ഔചിത്യ ബോധമില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ ഭൃത്യമായി തന്റെ നിലവിളി കുറച്ചില്ല. കർത്താവേ ദാവീദ് പുത്ര എന്ന് ഉറക്കെ നിലവിളിച്ചു. അവന്റെ നിലവിളിയുടെ ശബ്ദം ആരുടെ കാതുകളിലെത്തി? യേശുവിന്റെ കാതുകളിലെത്തി. അവനെ വിളിപ്പിൻ നിന്ന് ഉടനെ അവിടെ നിന്നും കൽപ്പന വന്നു. അവനെ വിളിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, കർത്താവേ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. നോക്കണമേ, അപ്പോൾ എല്ലാ കാര്യത്തിനും തടസ്സവാദങ്ങൾ, തടസ്സങ്ങൾ എല്ലാ തരത്തിലും മുമ്പോട്ട് ഉണ്ടാകും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ ചില ദൈവിക പ്രവൃത്തികൾ അതിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് രാത്രി ചില തടസ്സങ്ങൾ മുമ്പിൽ നിന്നുകൊണ്ട് നാളുകളായി ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാതെ അവൻ ജീവിതത്തിന്മേൽ മാറി മാറി തടസ്സങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്മേൽ ഇട്ട് ജീവിതത്തിന്മേൽ പ്രാപിക്കേണ്ട നന്മകൾ അത് പ്രാപിക്കാൻ കഴിയാതെ പലരുടെ വാക്കുകൾ കേട്ട് കുഴങ്ങിയിരിക്കുന്ന ചിലരോടായി ദൈവാത്മാവ് പറയുന്നു, അവൻ തടസ്സങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ദൈവപാദപീഠത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ചില തടസ്സങ്ങൾ മാറി
ചില വഴികൾ ചില കുടുംബങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു രാത്രിയാണെന്ന് ദൈവാത്മാവിൽ ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറുന്നു. ആമൻ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി, ആമൻ പലവിധമായ തടസ്സങ്ങൾ ഇന്നും അഭിമുഖീകരിച്ച് ജീവിതത്തിൽ ഒരു ലക്ഷ്യസ്ഥാനം എത്താൻ കഴിയാതെ പടക് ഇന്നും നടുക്കടലിൽ ആമൻ ചുറ്റി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിന്റെ അകത്ത് ഈ രാത്രി ദൈവാത്മാവിനോട് ശക്തമായും വ്യക്തമായും ദൂത് പറയാൻ പറയുന്നു. അമ്മ ചില തടസ്സങ്ങളായി ഇന്ന് രാത്രി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുക. ഇന്നലകളിൽ കാണാത്ത ചില ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായ ഒരു ദൈവം കൂടെയാണ്. അപ്പോൾ നോക്കണമേ, ആമൻ നമ്മൾ വായിച്ചതിനകത്ത് ആമൻ ഹാലിൽ കുറച്ച് ആൾക്കാർ ചേർന്ന ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അവിടെയും കുറെ തടസ്സ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ പുരുഷാര നിമിത്തം അവൻ യേശുവിന്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവന്ന വിഷയത്തെ നിറക്കി വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നോക്കണമേ, അവൻ ചില ആളുകൾ ചേർന്ന് പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അവനെ അകത്തു കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. നോക്കണമേ, യേശു അകത്തിരിക്കുകയാണ്. 4 ആള് ചേർന്ന് ഈ മനുഷ്യനെ താങ്ങി പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്തിലേക്ക് വരികയാണ്. പക്ഷെ യേശുവിന്റെ അടുത്തേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞില്ല. തടസ്സങ്ങളാണ്, ചുറ്റോട് ചുറ്റും പുരുഷാരമുണ്ട്, എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കിടക്കയിലുള്ളവനോട് പറഞ്ഞേനെ, എടാ ഇന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഇത്രയും ആൾക്കാർ നമ്മൾ ഈ ചുറ്റോട് ചുറ്റും യേശുവിന്റെ കൂടെ നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയും ഇതുപോലെ ആള് കുറയുന്ന ഒരു സമയം നോക്കി നമുക്ക് ഗുരുവിനെ കാണാമെന്ന് പറയും. പക്ഷെങ്കിൽ ഇന്ന് രാത്രി ദൈവജനമേ ശ്രദ്ധിക്കണം, ഈ ജനം അങ്ങനെ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറുള്ളവരായിരുന്നില്ല. ഒരു വിഷയവുമായി ഞങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനമുള്ളവരായിരുന്നു ഇവനെ ചുമന്നവർ. ന്യായമായ നിലവാരത്തിൽ തിരിച്ചു പോകേണ്ട സാഹചര്യമാണ് അവിടെ ഉള്ളത്. വലിയൊരു ഭാരമേറിയ വിഷയമാണ്. ഒരു പക്ഷപാത രോഗി, നാളുകളായി അവൻ രോഗിയായി കിടക്കുകയാണ്. അവന്റെ കഷ്ടം കണ്ടിട്ട് ചുമന്നുകൊണ്ട് സൗഖ്യദായകനായ എൻ്റെ യേശുവിന്റെ അടുത്തേക്ക് വന്നതാണ്. പക്ഷെ പുരുഷാര നിമിത്തം അവരുടെ ആ വിഷയത്തെ യേശുവിന്റെ അടുക്കിലേക്കൊന്ന് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ നമ്മുടെ വിഷയങ്ങളെ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വെപ്പിക്കാൻ കഴിയാതെ ഒരുപക്ഷെ മടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ആമനാമനാലിലെ മറ്റു പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റും നിന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ ഇത് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ പതറിപ്പോകല്ലേ. വിഷയം എൻ്റെ യേശുവിന്റെ അടുത്തെത്തിയാൽ ഒരു വിടുതൽ ഇന്ന് രാത്രി സംഭവിക്കപ്പെടും. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുമായി നമുക്ക് വേണ്ടതുപോലെ ദൈവസേനയിലേക്ക് അടുത്തിയെല്ലാം നമുക്ക് കഴിയുന്നില്ല. പലവിധമായ കാറ്റുകളും കോളുകളും തിരമാലകളും ജീവിതത്തിന്റെ പാന്താവിൽ ആഞ്ഞടിക്കുന്നത് കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഉദ്യമങ്ങളെ പോലും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് അവൻ ഇതിനൊരു മറുപടി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന അനുഭവമാണെങ്കിൽ ഈ രാത്രി 4 ആളുകൾ ചേർന്ന് ആ മനുഷ്യനെ കൊണ്ടുവന്ന അനുഭവത്തെ ഒന്ന് മനസ്സിലെടുത്തുകൊണ്ട് ആമൻ അവരെ കൊണ്ടുവന്ന വിഷയത്തെ തിരിച്ചു കൊണ്ടുപോകാൻ ഇടവന്നില്ല. അവരൊരു കാര്യം മനസ്സിലാക്കി, എന്നാൽ ഞങ്ങളൊരു വഴി കണ്ടുപിടിക്കും. അവർ ചുറ്റും നോക്കി, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ വിഷയത്തെ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് ഇറക്കി വെക്കണം. അവൻ ചുറ്റും നോക്കിയിട്ടും വഴി കണ്ടില്ല. അവസാനം മുകളിലേക്ക് നോക്കി, ആരും കാണാത്ത ഒരു വഴി ഇവര് കണ്ടുപിടിച്ചു. നോക്കണമേ, ആരും കാണാത്ത വഴി. ദൈവവേദന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴി ആരും കാണാത്ത വഴിയാ. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം നോക്കിയല്ല ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി ദൈവിക പ്രവൃത്തിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ രാത്രികാലം ഒരു കാര്യം തിരിച്ചറിയണം. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറത്തായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ആമൻ നോക്കണമേ, അവൻ ഇവിടെ ഈ മനുഷ്യനെ യേശുവിന്റെ അടുത്തേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടി ആരും കാണാത്ത, ഒരുപക്ഷെ യേശുവിന്റെ ചുറ്റുകോട് നിന്ന് ആൾക്കാർ പോലും മനസ്സിലാക്കിയില്ല ഇവർ ഇങ്ങനെ ഒരു വഴി കണ്ടുപിടിക്കുമെന്ന്. ആരും കാണാത്ത ഒരു വഴി കണ്ടുപിടിച്ചു. വേറെ എങ്ങുമല്ല കണ്ടുപിടിച്ചത്, അവർ മേളോട്ട് നോക്കി ആ വീടിന്റെ മേൽക്കൂര പൊളിച്ചൊരു വഴി ഉണ്ടാക്കി. നമ്മൾ ഒരിക്കലും ഈ രീതി കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷെങ്കിൽ അവർ ചെയ്തൊരു കാര്യം, വീടിന്റെ മേൽക്കൂരയൊന്ന് പൊളിച്ചു. അവർക്കറിയാം, ഞങ്ങൾ കൊണ്ടുവന്ന വിഷയം അത് ഇത്ര കാഠിന്യമേറിയുള്ള വിഷയമായാലും ഇന്ന് രാത്രി അതിന്റെ യേശുവിന്റെ പാദത്തിന്റെ ഇലക്ക് എത്തപ്പെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനുവേണ്ടി എത്ര സാഹസികമായ കാര്യങ്ങളും ചെയ്യാൻ ഈ കൂട്ടർ തയ്യാറായി. അവർ ആമൻ നോക്കണമേ, വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശുവിനെ ആമന്റെ അടുക്കലേക്ക്
ആമൻ തങ്ങളുടെ വിഷയത്തെ ഒന്ന് ഇറക്കി വെച്ചു. അടുത്തത് ഇവരെ സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ വഴി കാണാനായിട്ട് വേറെ എങ്ങും പോയില്ല. വഴി അവിടെ തന്നെ ദൈവം എന്തു ചെയ്തു, അവർക്ക് അവർ വഴി കണ്ടെത്തി. നിൽക്കുന്നിടത്ത് തന്നെ നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, കനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയി. പക്ഷെ ഈ വീഞ്ഞു തീർന്നു പോയ ചരിത്രം അവൻ യേശുവിനെ അടുക്കൽ അറിയിച്ചപ്പോൾ എവിടെ തീർന്നുവോ അവിടെ തന്നെ എൻ്റെ ദൈവം പരിഹാരം കണ്ടെത്തി കൊടുത്തു. പുറത്തുനിന്ന് വീഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞില്ല. അവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ, അല്ലെങ്കിൽ ദൈവം ഒരു പരിഹാരം അതിന് കണ്ടെത്തിയെങ്കിൽ ഇന്ന് രാത്രി ചിലരോടായി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങൾ നിൽക്കുന്നിടത്ത് ചില വഴികളെ എൻ്റെ ദൈവം തുറന്നിട്ടിട്ടുണ്ട് തലമുറകൾക്ക് വേണ്ടി. നാളുകളായി ഭാരപ്പെടുന്ന ചിലരോടായി ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, തലമുറയുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം അവർക്ക് വേണ്ടി ശ്രേഷ്ഠകരമായി ചിലത് നിൽക്കുന്ന മേഖലകൾ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് പ്രാപിക്കത്തക്ക നിലവാരത്തിൽ ദൈവപാദപീഠത്തിലേക്ക് മുഴങ്കാലം അടക്കാൻ തയ്യാറാണെങ്കിൽ തലമുറകളോടുള്ള ബന്ധത്തിൽ ചിലരോടായി ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ചില യാത്രയുടെ ചില പുറപ്പാടുകളെ ക്രമീകരണങ്ങളെ തലമുറകൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരും കാണാത്ത വഴി, നിൽക്കുന്നിടത്ത് തന്നെ തുറക്കപ്പെടുന്ന ഒരു വഴി തലമുറകൾക്ക് വേണ്ടി ദൈവം ഇന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളുകളായി എൻ്റെ വഴി അടഞ്ഞു, എൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, ഇനിയും മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല എന്ന് ചിന്താഭാരത്തോടെ ഇന്ന് രാത്രി ഈ ലൈവ് കേൾക്കുന്ന ചില പ്രിയപ്പെട്ട സഹോദരിമാരോടായി ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. കുഞ്ഞെ, ചെങ്കടലിന്റെ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിമേ വന്നെന്ന് പറഞ്ഞാലും നിന്റെ കയ്യിൽ ഒരു വിശ്വാസത്തിന്റെ വടി എൻ്റെ കർത്താവ് ഇന്ന് രാത്രി തന്നിട്ടുണ്ട്. ചെങ്കടലിനെ നോക്കി പിന്മാറാനല്ല മോശയോട് ദൈവം പറഞ്ഞത്, മോശേ നിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി ചെങ്കടലിന് നേരെ നീട്ടാൻ പറഞ്ഞു. മോശ വടി നീട്ടി. നമുക്കറിയാം, രാത്രി മുഴുവനും കിഴക്കൻ കാറ്റടിച്ച് ആ വെള്ളത്തെ വറ്റിച്ച് കളഞ്ഞിട്ട് നിൽക്കുന്നിടത്ത് തന്നെ വഴിയൊരുക്കിയ ഒരു ദൈവം ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുന്ന രാത്രിയായി ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ രാത്രിയെ മാറ്റാൻ പോവുകയാണ്. ചില മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങള്, മുടങ്ങിക്കിടക്കുന്ന ചില പണി സംബന്ധമായ വിഷയങ്ങള്, മുടങ്ങിക്കിടക്കുന്ന ചില വീട് പണിയുടെ വിഷയങ്ങള്, മുടങ്ങിക്കിടക്കുന്ന ചില തലമുറയുടെ വിഷയങ്ങള് ഇന്ന് രാത്രി ചില വഴികളെ തുറന്നു തന്ന് ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ ചിലരെ ദൈവം ഇന്ന് രാത്രി നടത്തുന്ന ഒരു രാത്രിയായി ഈ രാത്രിയെ എൻ്റെ ദൈവം ഒന്ന് തീർക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഈ ദൂതം ഏറ്റെടുത്ത് ദൈവസേനയിൽ ആമേൻ പറയാൻ കഴിയോ? അത് എനിക്ക് വേണ്ടി ഒരു വഴിയെ എൻ്റെ ദൈവം തുറന്നു തരാൻ പോവുകയാണ്. ആരും അടയ്ക്കാത്ത വഴി, ഇതുവരെയും ആരും കാണാൻ കഴിയാത്ത വഴി, ഇതുവരെയും എൻ്റെ കുടുംബത്തിനകത്തലങ്ങളിൽ വെളിപ്പെടാത്ത ഒരു വഴിയെ എൻ്റെ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവിക വഴികൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഇന്നലകളിൽ ശത്രു കെട്ടിയടച്ച വഴികൾ, ഇതിനപ്പുറം നീ കടക്കത്തില്ല, ഇതിനപ്പുറം നീ ആത്മീയ ശുശ്രൂഷകൾ മുന്നേറത്തില്ല, ഇതിനപ്പുറം നിനക്കൊരു ഉന്നമനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് അതിർവരമ്പുകളിട്ട മണ്ഡലങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവസാന്നിധ്യം ഓരോ കുടുംബങ്ങളുടെ അകത്തും പകരപ്പെടട്ടെ. ഇന്നലകളിൽ കാണാത്ത, ഇതുവരെ വെളിപ്പെടാത്ത ചില ദൈവിക വഴികളുടെ ഉറവിടങ്ങൾ ഇന്ന് രാത്രി തുറങ്ങപ്പെടട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ചിലരോടായി ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. അനേകം നാളുകൾ ഓടി അധ്വാനിച്ചു, ഇട്ടതെല്ലാം ഓട്ടസഞ്ചിയിൽ കാശിടുന്നത് പോലെ ശൂന്യമാക്കുന്ന ചില മേഖലകള്, കുടുംബത്തിനകത്തളങ്ങളിലെ അസമാധാന അന്തരീക്ഷത്തിന്റെ വിത്തുവാകി കുടുംബത്തിനകത്ത് സ്വസ്ഥതയെപ്പോലും കെടുത്തിക്കളയത്തക്ക നിലവാരത്തിൽ വാതുകെട്ടുമ്പോൾ ഈ രാത്രി ചില വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന് ശ്രേഷ്ഠകരമായ വഴിയിലൂടെ നടത്തുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങളുടെ അകത്ത് സമാധാനമില്ലാത്ത അനുഭവത്തെ മാറ്റി സമാധാനത്തിന്റെ അനുഭവത്തെ ഇന്ന് രാത്രി ദൈവം തരാൻ പോവുകയാണ്. നിൽക്കുന്നിടത്ത് തന്നെ ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ജോലി സംബന്ധമായ ചില വഴികളെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇന്ന് രാത്രി തുറക്കാൻ പോവുകയാണ്. ചില നന്മയുടെ ഉറവിടങ്ങളെ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ ദൈവം ഇന്ന് രാത്രി തുറക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷത്തോടെ ഈ ദൂതം ഏറ്റെടുത്ത് ആമേൻ പറയാൻ കഴിയും? അവരെങ്ങും പോയില്ല. നിൽക്കുന്നിടത്ത് തന്നെ ഒരു വഴി കണ്ടെത്തി. ഹല്ലേലൂയ. നോക്കണമേ, അവർ ചെയ്ത കാര്യം എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മളത് ചിന്തിക്കുമ്പോൾ അവർ നിൽക്കുന്നിടത്ത് തന്നെ ആരും കാണാത്ത ഹല്ലേലൂയ ഒരു വഴി. മാത്രമല്ല, ഇവരുടെ വഴിയുടെ ഒരു പ്രത്യേകത,
യേശുവിനെ ചുറ്റും ഒത്തിരി പുരുഷാരമുണ്ട്. അവർ തോറ്റ സ്ഥലത്ത് തന്നെ വഴി കണ്ടെത്തി. അതായത് ആദ്യമേ ഈ ജനത്തിന്റെ ഇടയിലേക്ക് യേശുവിനെ പുരുഷാര നിമിത്തം അവൻ ഇറക്കി വെക്കാൻ, ഈ മനുഷ്യനെ ഇറക്കി വെക്കാൻ കഴിഞ്ഞില്ല, കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരെ തോറ്റ സ്ഥലത്ത് തന്നെ ആമേൻ ഹല്ലേലൂയ ഇവർ വഴി കണ്ടെത്തി. ഒരു കാര്യം ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം. പരാജയത്തിന്റെ കൈഭീതി അനുദിനം കുടിക്കുവാൻ അനുഭവിക്കപ്പെട്ടവരല്ല നമ്മൾ. ചില പരാജയത്തിന്റെ ഭീതികൾ ഇന്ന് രാത്രി ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. തോറ്റ സ്ഥലത്ത് കുഞ്ഞെ നീ എവിടെ ലജ്ജിക്കപ്പെട്ടുവോ അവിടെ നിനക്ക് വേണ്ടി വഴി തുറക്കപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ സ്വന്തം ദേശത്ത് നിങ്ങൾ ലജ്ജിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ തകരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമൂഹത്തിനകത്ത് നിങ്ങൾ അപമാനിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം. നിങ്ങൾ എവിടെ ലജ്ജിക്കപ്പെട്ടുവോ അവിടെ തന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവർ തോറ്റെടുത്ത് തന്നെ ഇവർ വഴി കണ്ടെത്തി. അവൻ ഒരു പക്ഷേ ആദ്യമേ വന്നപ്പോൾ മനസ്സ് മടുത്ത് കാണും, പരിശ്രമിച്ചിട്ടും ഫലം കാണാതെ മടങ്ങിപ്പോയാലല്ലോ എന്നുള്ള ചിന്താഗതികൾ വന്നു കാണും. എന്നാൽ എല്ലാവർക്കും അവസരം കിട്ടി, ഞങ്ങൾക്കും ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്നുള്ള മാനസികമായ വേദനകൾ വന്നു കാണും. പക്ഷെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം, എവിടെ തോറ്റുവോ അവിടെ തന്നെ വഴി കണ്ടെത്തി. ഇന്ന് രാത്രി തോറ്റു പിന്മാറല്ലേ. ആമൻ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുക. തോറ്റു പിന്മാറിക്കൊള്ളുക. ഇത് അനുഭവിക്കാൻ കഴിയത്തില്ലെന്ന് ശത്രു പക്ഷേ മനസ്സിൽ വിത്തുകൾ പാകിയെന്നിരിക്കാം. ധൈര്യമായിട്ട് പറയണം, ഞാൻ ഇന്ന് രാത്രി സേവിക്കുന്ന ദൈവം അത് തോറ്റവന്റെ ദൈവമല്ല, തോറ്റ ദൈവമല്ല, മരിച്ച ദൈവമല്ല. ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ സേവിച്ചിരിക്കുന്ന എൻ്റെ വിഷയങ്ങളുടെ അകത്ത് ഞാൻ തോറ്റുപോകുകയില്ല, വഴി കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ ഇന്ന് രാത്രി മുന്നോട്ട് കാലുകളുടെ സ്റ്റെപ്പുകളെ എടുത്തു വെക്കുക. നിങ്ങൾ തോറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ജയം തരുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം അവൻ കനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി 12 പ്രഭുക്കന്മാരെ അയച്ചു. 10 പേരും 12 പേരും മടങ്ങി വന്നിട്ട് 10 പേര് ദുർവർത്തമാനം പറഞ്ഞു. നോക്കണമെങ്കിൽ ഒരു രാത്രി ഒരു സഭ മുഴുവനും കലങ്ങിപ്പോകേണ്ടിടത്ത് 2 പേര് എഴുന്നേറ്റു. ഇല്ല, നമ്മൾ തോക്കുന്നവരല്ല. ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അനക്യമല്ലന്മാരുണ്ടെങ്കിലും ഇരുമ്പ് രഥങ്ങളുണ്ടെങ്കിലോ നമ്മൾ ആ ദേശത്തെ പിടിക്കുമെന്ന് അവർ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം, നമ്മൾ സേവിക്കുന്ന ദൈവം തോറ്റ ദൈവമല്ല, നമ്മൾ ആരാധിക്കുന്ന ദൈവം തോറ്റ ദൈവമല്ല, അവൻ ജയാളിയായ ദൈവമാണ്. ഇവർ തോറ്റെടുത്ത് അല്ലെങ്കിൽ ഇവർക്ക് ഒത്തിരി പ്രതിസന്ധികൾ വന്നിടത്ത് അവർ വഴി കണ്ടെത്തി. അടുത്തത് ഇവർ കണ്ട വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആരും സഹായിക്കാതെ തന്നെ ഒരു വഴി കണ്ടെത്തി. ചുറ്റോടിയുറ്റോർ പറഞ്ഞില്ല, ഈ വഴി അങ്ങോട്ട് കയറിക്കൊള്ളാനും പറഞ്ഞില്ല. വലിയ ആൾക്കൂട്ടമുണ്ട്, ആരും ഒരു സഹായം പറഞ്ഞില്ല. പലപ്പോഴും പ്രിയ ദൈവജനമേ, ഇതുപോലാണ് നമ്മുടെ അനുഭവങ്ങളും. ജീവിതത്തിന്റെ പലവിധമായ പ്രതിസന്ധിക്കകത്ത് ആരെങ്കിലും ഒരു സഹായ വാക്കൊന്ന് പറഞ്ഞാൽ മതിയെന്നെങ്കിലും ചിന്തിച്ച് ദിനരാത്രങ്ങൾ തള്ളി നീക്കിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ സഹായിക്കാമെന്ന് പറഞ്ഞവരും അല്ലെങ്കിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞവരും ഒക്കെയും നമ്മളെ ഉപേക്ഷിച്ച ദിനങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ കണ്ടെന്ന് വരാം. പക്ഷെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണമേ, ഹല്ലേലൂയ, ആരും വഴി പറഞ്ഞു തന്നില്ലെങ്കിലും ഞാനും നിങ്ങളും സേവിക്കുന്ന കർത്താവ് അവൻ വഴി മുടക്കുന്ന ദൈവമല്ല, അവൻ വഴി തുറക്കുന്ന ദൈവമാണ്. ഒരു കാര്യം രാത്രികാലം തിരിച്ചറിയണം, അവരുടെ ഇടയിലേക്ക് ഈ മനുഷ്യനെ ഒന്ന് കൊണ്ട് ഇറക്കി വെക്കാൻ ഇച്ചിരി സാധനം കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ആരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. നോക്കണമേ, ഇതുപോലാണ് നമ്മുടെ വിഷയത്തിനകത്ത്. ആരെങ്കിലും ഒരു ചെറിയൊരു കരുണ കാണിച്ചെങ്കിൽ നമ്മുടെ വിഷയത്തിനകത്ത് വലിയൊരു മാറ്റം സംഭവിക്കുമായിരുന്നു. പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. എല്ലാ വഴികളും അടഞ്ഞു. ഈ രാത്രി എല്ലാ വഴികളും അടഞ്ഞ് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ കർത്താവേ എന്നുള്ള ചിന്താഭാരത്തോടു കൂടെയാണ് ഈ രാത്രി ലൈവ് കേൾക്കുന്നെങ്കിൽ കുഞ്ഞെ, ഇന്ന് രാത്രി തകർന്നു പോകല്ലേ. ആരും നിന്നെ സഹായിച്ചില്ല എങ്കിലും അവൻ നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. അവൻ നമ്മളെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമാണ്. എല്ലാ സഹായവും അറ്റുപോകുന്നിടത്ത് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. ഇവിടെ ആരും സഹായിച്ചില്ല. ഈ ചുറ്റും നിൽക്കുന്ന ജനം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, സ്ഥലം ഇവർക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ പങ്കപ്പാടുകൾ മുഴുവനും നടത്തി വീടിന്റെ മേൽക്കൂര പൊളിച്ചിറക്കേണ്ട കാര്യം ഈ മനുഷ്യർക്ക് ഇല്ലായിരുന്നു. പക്ഷെ ആരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അപ്പൊ ചുരുക്കത്തിൽ അവൻ ഇവരുടെ ഈ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഈ കട്ടിലിനെ ഒന്ന് ഇറക്കി വെക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. മേൽക്കൂര പൊളിച്ചപ്പോൾ അവിടെ ഇറക്കി വെക്കാനുള്ള സ്ഥലം അവർക്ക് കിട്ടിയെങ്കിൽ അതിനു മുമ്പേ തന്നെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ആരും എന്തോ ചെയ്തില്ല,
ഒന്ന് കരുണ കാണിക്കുവാൻ അവൻ തയ്യാറായില്ല. നോക്കണമേ, ആരും സഹായിക്കാതെ തന്നെ ഒരു വഴി അവർ കണ്ടെത്തി. കുഞ്ഞെ, നീ ശ്രമിച്ചാൽ, ആരും നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിനക്ക് വേണ്ടി നിനക്ക് നീതായിട്ട് തന്നെ ഒരു വഴിയെ ഇന്ന് രാത്രി കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ മറ്റുള്ളവർ കാണിക്കുന്ന വഴിയെ ഒരുപക്ഷെ അപകടം നിറഞ്ഞ വഴിയായിരിക്കാം, ഒരുപക്ഷെ ചതിക്കുഴിയുടെ വഴിയായിരിക്കാം. എന്നാൽ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ നീ കണ്ടെത്തുന്ന വഴിക്ക് അതിനൊരു തികവ് കാണോ, അതിനൊരു പൂർണ്ണത കാണോ, അതിനകത്തൊരു മഹത്വം കാണോ. ഇതാരും സഹായിക്കാതെ തന്നെ ഒരു വഴി കണ്ടെത്തി. അടുത്തത്, ഈ വീടിന്റെ മേൽക്കൂര പൊളിച്ചപ്പോൾ ആരും ഇവരെ ചോദ്യം ചെയ്തില്ല. നമ്മുടെയൊക്കെ വീടിന്റെ മേൽക്കൂരയോ വല്ലൊക്കെ പൊളിച്ചായിരുന്നെങ്കിൽ നമ്മളൊക്കെ ചോദ്യം ചെയ്യുമായിരുന്നു. ഇന്നത്തെ കാലത്ത് വീടിന്റെ മുമ്പിലിട്ട് വണ്ടി തിരിക്കാൻ പോലും മറ്റുള്ളവരെ അനുവദിക്കാത്ത ഒരു കാലഘട്ടമാണ്. ചില വീടിന്റെ ഒക്കെ ഗേറ്റിന് കണ്ടിട്ടില്ല, ഗേറ്റ് ഉണ്ടായാലും ആ ഗേറ്റിന് മുമ്പിൽ ഒരു ചങ്ങലയൂടെ ഇട്ട് കൂട്ടി വെക്കുക. റോഡിൽ കൂടെ പോകുന്ന ഞങ്ങളുടെ കാർ ഒന്ന് റിവേഴ്സ് എടുത്ത് തിരിക്കരുത്. അങ്ങനെയുള്ള ഒരു ജനം നമ്മുടെ ചുറ്റും പാർക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നോക്കണമേ, പ്രത്യേകിച്ച് ഒരു വീടിന്റെ വേറൊരുത്തം വന്നിട്ട്, കാര്യം യേശോകത്തുണ്ട്, ഒരു വീടിന്റെ മേൽക്കൂരയൊക്കെ പൊളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ്ചര്യമായ ഒരു സംഭവം അവിടെ നടക്കുകയാണെങ്കിൽ തന്നെ അതിന് എതിർക്കാൻ ആ വീട്ടുടയവനും അല്ലെ കൂടി വന്നവരൊക്കെ തയ്യാറാകുമായിരുന്നു. പക്ഷേ ഇവർ രണ്ട് കണ്ടെത്തിയ വഴിയെ ചോദ്യം ചെയ്യാനായിട്ട് ആരും വന്നില്ല. ആരും ഒരു ചോദ്യം എതിർത്തതായി അല്ലെങ്കിൽ ഇവിടെ എങ്ങും കാണുന്നുമില്ല. അവര് ശ്രമിച്ചത് യേശുവിനെ കാണാനാണ് ശ്രമിച്ചത്. ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിയണം, ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വഴി തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. 4 ചേർന്ന് ആ മനുഷ്യനെ യേശുവിന്റെ നിൽക്കുന്ന പുരുഷാരത്തിന്റെ നടുവിലേക്ക് ഒന്ന് ഇറക്കി വെച്ചു. യേശു പോലും അത്ഭുത സംബന്ധനായി. കാരണം എന്ന് വെച്ചാൽ ഇതുപോലൊരു വിശ്വാസം എങ്ങും കണ്ടിട്ടില്ല. നോക്കണമേ, യേശു അവൻ അവിടെ വെച്ച് സൗഖ്യം കൊടുത്ത് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ആ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ ദൈവം അവന് സൗഖ്യം കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിഷയവുമായി മടങ്ങിപ്പോയിരുന്നു എങ്കിൽ ഈ മനുഷ്യൻ എന്നേക്കുമായി ഒരു സൗഖ്യം കിട്ടത്തില്ലായിരുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി കുഞ്ഞെ നിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ കാണാം. ഒരുപക്ഷെ ചില ദൈവിക പ്രവൃത്തികൾ നടക്കാൻ കഴിയാതെ വണ്ണം ചില വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിന്മേൽ കാണാം. ഒരുപക്ഷെങ്കിൽ ഒരു നന്മയുടെ വഴി തുറക്കാതെ വണ്ണം ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിനകത്ത് നടമാടുന്ന അനുഭവങ്ങൾ കാണാം. എന്നാലും തോറ്റു പിന്മാറി പോകല്ലേ. നീ ഇന്ന് രാത്രി ഏത് വിഷയവുമായാണോ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുഴങ്കാലം അടക്കിയിരിക്കുന്നത്, ആ വിഷയത്തെ ഇന്ന് രാത്രി അപ്പന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായ ഒരു ദൈവമാണ്. തകർന്നു പോകല്ലേ, ഉടഞ്ഞു പോകല്ലേ. പലപ്പോഴും ഇതിനകത്ത് ചിലരോടായി ദൈവാത്മാവ് ദൂത് പറയുന്നു, രോഗമിട്ട് ശരീരത്തിനകത്ത് കുത്തുന്ന വേദനകൾ പോലും കൊണ്ടിട്ട് കട്ടിൽ പോലും എഴുന്നേക്കുവാൻ പോലും കഴിയാതെ നിത്യരോഗിയാക്കി മാറ്റത്തക്ക നിലവാരത്തിൽ ശത്രു വെല്ലുവിളിച്ചെടുത്ത് ദൈവം ഇന്ന് രാത്രി ജീവനോടെ നിർത്തിയത് ദൈവത്തിന്റെ ചില പദ്ധതികൾ ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തകർന്നു പോകല്ലേ. ഇന്ന് രാത്രി നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയവുമായാണ് കടന്നു വന്നത്, നിങ്ങൾ ഏത് വിഷയവുമായാണ് ഇന്ന് രാത്രി ഈ ലൈവിന്റെ മുമ്പിലായിരിക്കുന്നത്, ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കപ്പാ, ഇന്ന് രാത്രി എന്റെ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഏത് തകരപ്പെട്ട വിഷയമായാണോ ഈ രാത്രി ഞാൻ വന്നേക്കുന്നത്, ആ വിഷയമായി ഞാൻ മടങ്ങി പോകത്തില്ല. വരും ദിവസങ്ങൾ അതിനകത്തൊരു ദൈവപ്രവൃത്തി കാണണമേ എന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആഴമേറിയ ചില ദൈവിക പ്രവൃത്തികൾ ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. മരണനിഴലിന്റെ താഴ്വയിൽ കൂടി നടന്നെന്ന് പറഞ്ഞാലും ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കാതെ എന്നെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. 4 ചേർന്ന് കൊണ്ടുവന്ന വിഷയത്തെ യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് ഇറക്കി വെക്കാൻ വഴി കാണാതെ അവർ മടങ്ങിപ്പോയില്ല. അവർ ഏതു വിധനെയും വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ വിഷയത്തെ യേശുവിന്റെ മുമ്പാകെ ഇറക്കി വെച്ചു. അവർക്കറിയാവുന്ന ഒരു കാര്യം, ഞങ്ങൾ കൊണ്ടുവന്ന വിഷയം അതിന്റെ യേശു ഒന്ന് കണ്ടാൽ, ഞങ്ങൾ കൊണ്ടുവന്ന വിഷയത്തെ യേശു ഒന്ന് അറിഞ്ഞാൽ, ഞങ്ങൾ കൊണ്ടുവന്ന വിഷയത്തെ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചു. കാരണം അവന്റെ അടുത്തേക്ക് വന്ന ഒരു വ്യക്തിയെ പോലും ഉപേക്ഷിച്ച് കളഞ്ഞ ദൈവമല്ല, ആരെയും തിരസ്കരിച്ച ദൈവമല്ല, എല്ലാവരെയും മാറോട് ചേർത്ത് നിർച്ച് ആവശ്യക്കാർക്ക് അവരുടേതായ വിഷയങ്ങളുടെ അകത്ത് ദൈവിക വിടുതലുകൾ കൊടുത്ത ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇവൻ സൗഖ്യത
ജീവദായകനാണ്, ഇവൻ വീണ്ടെടുപ്പുകാരനാണ്, അവന്റെ സന്നിധിയിലേക്ക് ഈ വിഷയത്തെ എങ്ങനെയെങ്കിലും ഇറക്കി വെച്ചാൽ മതിയെന്ന് ആരും ചോദ്യം ചെയ്യാത്ത, നിൽക്കുന്നിടത്ത് തന്നെ ഇതുവരെ ആരും കാണാത്ത ഒരു വഴിയെ ഈ കൂട്ടർ കണ്ടുപിടിച്ച് തങ്ങളുടെ വിഷയത്തെ യേശുവിന്റെ മുമ്പാകെ ഒന്ന് ഇറക്കി വെച്ചപ്പോൾ ആ മനുഷ്യൻ വന്നതുപോലെയല്ല പോയത്. അവൻ സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലകളിൽ നടക്കത്തില്ലെന്ന് പറയപ്പെട്ട ചില വിഷയങ്ങൾ ഇന്നലകളിൽ ഇനിയും മുന്നോട്ട് പോകത്തില്ല വിഷയങ്ങൾ ഇവിടെ കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില വിഷയങ്ങളുടെ അകത്ത് ആഴമേറിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദൈവം ആരെന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ അറിയിക്കുന്ന ഒരു ദിവസം വരും ദിവസങ്ങളിൽ ദൈവം ഒരുക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൂത് പറയുന്നു. നോക്കണമേ പ്രിയമുള്ളവരെ, അവർ കൊണ്ടുവന്ന വിഷയമായി അവർ പോയില്ല. അവർ കൊണ്ടുവന്ന വിഷയമായിട്ട് ഇന്ന് പോകില്ല കേട്ടോ. നിങ്ങൾ ഏത് ഭാരപ്പെടുന്ന വിഷയമായിട്ടാണോ ഇന്ന് രാത്രി ഈ ദൂത് ശ്രവിക്കുന്നത്, ആ വിഷയമായി മടങ്ങി പോകരുത്. കരുണോമാനായ തേജോമാനായ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ആ വിഷയം ഇന്ന് രാത്രി ഇറക്കി വെക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ വിഷയത്തെ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവരാരും അറിയുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റർ അറിയുന്നില്ലായിരിക്കാം, നിങ്ങളുടെ സ്നേഹിതർ അറിയുന്നില്ലായിരിക്കാം. പക്ഷെ അറിയുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ ആ വിഷയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരുപക്ഷെ പുറത്ത് പറയാൻ നിങ്ങൾ മടിക്കുന്ന വിഷയമായിരിക്കാം. എന്തുമാകട്ടെ, ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, അപ്പാ ഈ വിഷയവുമായി ഞാൻ തിരിച്ചു പോകത്തില്ല, എനിക്കൊരു മറുപടി വേണം. എൻ്റെ തലമുറയുടെ വിഷയത്തിനകത്ത് എനിക്കൊരു മറുപടി വേണം. എൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുന്ന വിഷയത്തിനകത്ത് എനിക്കൊരു മറുപടി വേണം. എൻ്റെ ശുശ്രൂഷാമുഖത്ത് എനിക്കൊരു മറുപടി വേണം. ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവനല്ല ഞാൻ പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നാൽ എന്നെ തടഞ്ഞു നിർത്തി മുന്നോട്ട് പോകേണ്ട എല്ലാ വഴികളെയും കെട്ടിയടച്ച് എൻ്റെ മുമ്പിൽ നിന്നും വെല്ലുവിളിക്കാൻ ചില വെല്ലുവിളികളുടെ മധ്യത്തിൽ ആധികാരികമായ ഒരു ജയം ഇന്ന് രാത്രി വേണമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാൻ കഴിയും? ഈ രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവിക വിടുതലുകൾ കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെടട്ടെ. ചില രോഗസൗഖ്യങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. നാളുകളായി അനുഭവിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഈ രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ മുഴുബലത്തെയും അഴിച്ചു മാറ്റുന്നു. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ നുകങ്ങൾ ഉടയപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനമാകിയാൽ ഇന്ന് രാത്രി കർത്താവെ അവിടുന്ന് തന്ന അധികാരം ഉപയോഗിച്ച് അവിടുന്ന് തന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകങ്ങളെയും നുകക്കൈകളെയും ഞങ്ങൾ ഉടച്ചു മാറ്റുന്നു. ചില വിടുതലുകൾ ചില കുടുംബങ്ങളുടെ അകത്തു ഇന്ന് രാത്രി സംഭവിക്കപ്പെടട്ടെ. 4 ആൾ ചേർന്ന് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വിഷയത്തിന് മറുപടി കാണാതെ അവർ മടങ്ങിപ്പോയില്ല. നിൽക്കുന്നിടത്ത് തന്നെ ആരും ചോദ്യം ചെയ്യാത്ത തോറ്റ സ്ഥലത്ത് തന്നെ ഒരു വഴി കണ്ടെത്തി ഒരു പ്രത്യേകതര അനുഭവം അവരുടെ ജീവിതത്തിന്മേൽ അവർ ഉണ്ടാക്കിയെടുത്തെങ്കിൽ ഈ രാത്രി ഒരു വിടുതലിന്റെ രാത്രിയായി മാറട്ടെ. ചില ദൈവിക സന്ദർശനങ്ങൾ ചില കുടുംബത്തിനകത്തളങ്ങൾ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. കുഞ്ഞെ, നിന്നെ വിളിച്ചത് നീ തകർന്നു പോകാനല്ല. കുഞ്ഞെ, നിന്നെ പേര് ചൊല്ലി വിളിച്ചത് നീ ഉടഞ്ഞു പോകേണ്ടവളായിട്ടല്ല. നിന്നെ രാത്രി കാലങ്ങളിൽ ദർശനം കാണിക്കുന്നത് നീ അവിശ്വസ്തതയായി ദൈവത്തിന് സന്നിധിയിൽ നിന്നത് കൊണ്ടാ. അപ്പം ആ ദൈവത്തിന്റെ പലവിധമായ കുത്തൊഴുക്കുകൾപ്പെട്ട് ദൈവം തന്ന ശുശ്രൂഷകളെ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒതുങ്ങിക്കൂടുന്ന അനുഭവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രി കൂടിയായി മാറട്ടെ. യേശുവിന്റെ അടുക്കലേക്ക് വിഷയത്തെ അർപ്പിച്ചു കൊടുക്കുക. ഒരു വിടുതൽ നിശ്ചയമാണ്, ഒരു അനുഗ്രഹം നിശ്ചയമാണ്, ഈ രാത്രി ഒരു സന്തോഷം നിശ്ചയമാണ്. കാരണം കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊന്നും വെറും കൈയോടെ പോയിട്ടില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ അടുക്കലേക്ക് എത്താൻ വഴിയില്ലാതിരുന്നപ്പോഴും തങ്ങളുടെ വിശ്വാസം തോർന്നു പോയില്ല. തങ്ങൾ വന്ന വിഷയമായി മടങ്ങിപ്പോയില്ല. എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവർ ആ വിഷയത്തെ ഒന്ന് ഇറക്കി വെച്ചു. വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ടായാലും യേശുവിന്റെ അടുക്കലേക്ക് ഈ വിഷയം ഒന്ന് ഇറക്കി വെച്ചേ മതിയെന്നുള്ള ആ ചിന്താഗതിയോടെ അവർ കാര്യങ്ങൾ ചെയ്തപ്പോൾ അത്ഭുത വിടുതലുകൾ അവിടെ സംഭവിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ആരും കാണാത്ത, ആരും തടസ്സപ്പെടാത്ത തോറ്റ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. നാളുകളായി നിങ്ങൾ വഴി കാണാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. വിശ്വാസത്തോടെ ഇന്ന് രാത്രി പറയണം, എൻ്റെ മുമ്പിൽ ഒരു വഴി തുറക്കും, എൻ്റെ മുമ്പിൽ ചില ചെങ്കടലുകൾ വിഭജിക്കപ്പെടും. ചില ഉണങ്ങിയ നിലത്തൂടെ ഞാൻ കടന്നു പോകും. ഹല്ലേലൂയ. ചില മരണകരമായ യോർദാനുകൾ കൊയ്ത്തുകാലത്തൊക്കെയും കര കവിഞ്ഞൊഴുകുന്ന ഞാൻ
അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഈ രാത്രി ധൈര്യത്തോട് പറയണം, ചില യോർദാനുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വഴിമാറി ഒഴുകുകയാണ്. ആമേൻ. എൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുന്ന ചില എരിഹോവിന്റെ മതിലുകൾ ഇന്ന് രാത്രി താളടിയാകുന്ന രാത്രിയാണ്. സെരുബ്ബാബേലിന്റെ മുന്നിൽ നിൽക്കുന്ന ചില മഹാപർവ്വത ശക്തികൾ ഇന്ന് രാത്രി അസ്തമിക്കുന്ന രാത്രിയായി മാറുകയാണ്. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ അടുത്തേക്ക് വിഷയങ്ങളെ ഇറക്കി വെച്ച് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. ചില പുതുവഴികള്, ചില വാതിലുകള് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ 2025 24 തീരുന്നതിന് മുമ്പ് ദൈവം ഒരുക്കി കൊടുക്കും. എഴുതി വെച്ചു പ്രാർത്ഥിച്ചു. ആമൻ. ചില വ്യക്തികൾക്ക്, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില വിദേശയാത്രയുടെ സംബന്ധമായ ചില പേപ്പർ വർക്കുകൾ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. നാളുകളായി ആമൻ ശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ സമയമായി. അതുകൊണ്ട് ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, പ്രയാസപ്പെടുന്ന വിഷയത്തിനകത്ത് പതറിപ്പോകല്ലേ, അധൈര്യപ്പെട്ടു പോകല്ലേ. ആർക്കും തുറക്കാത്ത, ആരും കാണാത്ത, ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത ചില വഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന് നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് വിഷയങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ വാദപീഠത്തിലേക്ക് സമർപ്പിക്കുക. ആരും കാണാത്ത വഴി, ആമൻ, ആരും കണ്ടെത്താത്ത വഴി, ആദ്യം ചോദ്യം ചെയ്യാത്ത വഴി, ആമൻ, ഇന്ന് രാത്രി എൻ്റെ ദൈവം തുറക്കപ്പെടാൻ പോവുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ഫേസ്ബുക്ക് ലൈവിൽ ഇരുന്നു കൊണ്ട് ആമൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവിക വിടുതലുകൾ കുടുംബത്തിനകത്തളങ്ങളിൽ നടക്കട്ടെ. ചില രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ചില തലമുറകൾക്ക് വേണ്ടി ഇന്ന് രാത്രി വഴികൾ തുറക്കപ്പെടട്ടെ. ചില ശുശ്രൂഷയുടെ പുത്തൻ പാന്താവുകൾ ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി എൻ്റെ ദൈവം തുറക്കപ്പെടുന്ന രാത്രിയായി മാറപ്പെടട്ടെ. ഞാൻ ഈ പറയപ്പെട്ടവരുടെ വിഷയങ്ങളെ എല്ലാവരെയും ദൈവപാദപീഠത്തിലേക്ക് സമർപ്പിക്കും. ലജ്ജിച്ചു പോകാൻ ഇടവരാതെ, തകർന്നു പോകാൻ ഇടവരാതെ, വരും ദിവസങ്ങൾ ആഴമേറിയ ദൈവപ്രവൃത്തി ഓരോ കുടുംബങ്ങളുടെ അകത്തും വെളിപ്പെടണം. കർത്താവേ, ആമൻ, ഈ ഫേസ്ബുക്ക് ലൈവ് ആമൻ അനേകർക്ക് അനുഗ്രഹമായി തീരണം. ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസി കുടുംബം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. കർത്താവ് ഇന്ന് രാത്രി എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പതറിപ്പോകല്ലേ, തകർന്നു പോകല്ലേ. വഴി ദൈവം തുറന്നു തരും. ആരും കാണാത്ത, ആരും അടയ്ക്കാത്ത, ആരും ചോദ്യം ചെയ്യാത്ത ഒരു വഴി വരും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ തൃപ്പാദപീഠത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.